LPSC റാങ്ക് ഹോൾഡേഴ്സ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ചർച്ച അല്പസമയത്തിനകം 13 ദിവസമായി നിരാഹാരം കിടക്കുന്ന വളർമതി ഉൾപ്പെടെയുള്ള 3 പേരാണ് മന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. ആരോഗ്യനില മോശമായതിനാൽ ആംബുലൻസിലാണ് വളർമതി സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെടുന്നത്. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, വൈകി എത്തിയ മന്ത്രിയുടെ വിവേകമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമോ? കാരണം ചർച്ച ഇതുവരെയും തുടങ്ങിയിട്ടില്ല. എങ്കിൽ കൂടിയും ആരോഗ്യാവസ്ഥ മോശമായ വളർമതി അടക്കമുള്ളവർ ഇപ്പോൾ ആംബുലൻസിലാണ് ഈ ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. ഈ ചർച്ചയിൽ എന്തെങ്കിലും പ്രത്യാശ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് വെക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഒപ്പം എന്തൊക്കെ വിഷയങ്ങളാകും ചർച്ചയാവുക? എന്താകും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് അനക്സിലാണ്. ഇവിടത്തെ 7ാം നിലയിലാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബർ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഇപ്പോൾ LPSC റാങ്ക് ഹോൾഡർ നേതാവ്, അതുപോലെ തന്നെ 13 ദിവസമായിട്ട് നിരാഹാരം നടത്തുന്ന വളർമതി ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ മന്ത്രിയുമായി ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് അവരുടെ 1:25 എന്നുള്ള രീതിയിൽ ഈ നിയമനം നടത്തുക, അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസ് നിയമനം വേഗത്തിലാക്കുക. അങ്ങനെ വന്നാൽ മാത്രമാണ് പ്രധാനമായിട്ടും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് നിയമനം ലഭിക്കുകയുള്ളൂ. ഇതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇപ്പോൾ LPSC റാങ്ക് ഹോൾഡേഴ്സ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ സമരങ്ങളായിരുന്നു ഈ LPSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ പുല്ല് ഭക്ഷിക്കുക, അതുപോലെ മണ്ണ് ഭക്ഷിക്കുക. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ചിതയൊരുക്കിയുള്ള ശക്തമായ സമരം. കൂടാതെ ജനൻ TV ഉൾപ്പെടെ ലൈവത്തോൺ നടത്തിയിരുന്നു. ശക്തമായ ലൈവത്തോണായിരുന്നു ജനൻ TV കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ PS ഒരു കത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചത്. 10:30 അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 3 പേരാണ് ചർച്ചയ്ക്ക് എത്താൻ മന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത് എന്ന് അറിയിക്കണമെന്ന് നേരിട്ടെത്തി അറിയിക്കാനാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്നത്. ന്യായമായ ആവശ്യങ്ങളുള്ളതായിട്ട് കഴിഞ്ഞ 37 ദിവസമായിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ശക്തമായ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബറിലേക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്താകും? കഴിഞ്ഞ ദിവസങ്ങളിൽ കത്ത് കൊടുത്ത പോലെ തന്നെ 2 മാസത്തെ സമയം നൽകണമെന്നുള്ള ആവശ്യമാണ് വീണ്ടും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യം. കാരണം നേരിട്ട് വിളിച്ച വീണ്ടും സമയം ആവശ്യപ്പെടുകയാണോ, അതോ എന്തെങ്കിലും ഒരു അവർക്ക് ഉദ്യോഗാർത്ഥികളുടെ ആഗ്രഹം അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് അനുകൂലമായ ഒരു സമീപനമാണോ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് വ്യക്തമാവുക. എന്താണേലും ഉദ്യോഗാർത്ഥികൾ വളർമതി ഉൾപ്പെടെ ഉള്ള 3 ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അനക്സിലെ 7ാം നിലയിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നത്. ചർച്ചകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ്. ജ്യോതിഷ് ജനാർദ്ദനൻ. മണ്ണ് വാരിത്തിന്നു, പുല്ല് വാരിത്തിന്നു, പട്ടിണി കിടന്നു. ഒടുവിൽ സർക്കാർ പൊതുവിദ്യാഭ്യാസ മന്ത്രി കണ്ണൊന്ന് പകുതി തുറന്നിരിക്കുകയാണ്. ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ഈ LPSC ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുക? അതിന് എന്ത് പരിഹാരമാകും വിദ്യാഭ്യാസ മന്ത്രി കാണാൻ ഉദ്ദേശിക്കുന്നത്? അതോ പരിഹാരം ഉണ്ടാകുമോ, അതോ വെറും വാക്ക് നൽകുമോ എന്നൊക്കെ കണ്ടറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജ്യോതിഷ്.